അഭിപ്രായ സർവേ, അഭിപ്രായ വോട്ടെടുപ്പ്, ഇങ്ങനെ പലതരം അഭിപ്രായങ്ങളുടെ ഒരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ കാലത്തും ഇങ്ങനെ ചില അഭിപ്രായ പ്രകടനങ്ങളും അഭിപ്രായങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. യേശു പോലും ചോദിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് എന്താണ് മറ്റുള്ളവർ പറയുന്നത്, നിങ്ങളെന്താണ് പറയുന്നത്? അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് നമുക്ക് സ്വയം ഒരു ആത്മശോധന നടത്തേണ്ട ഒരു അവസരം കൂടിയാണ്. എന്നെക്കുറിച്ച് മറ്റുള്ളവരെന്ത് പറയുന്നു? അപ്പോൾ അതനുസരിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ ശരിയോ തെറ്റോ ആവാം, അല്ലെങ്കിൽ എന്നെ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടുള്ളതോ മനസ്സിലാക്കാതെ പോകുന്നതോ ആവാം. എങ്കിലും നമ്മൾ സ്വയം നമ്മളോട് തന്നെ ഒരു ചോദിക്കേണ്ട ഒരു സമയമാണിത്. ഞാൻ എന്താണ്? അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു തിരുത്തലുകൾ ആവശ്യമാണോ? എൻ്റെ പെരുമാറ്റത്തിലും എൻ്റെ പ്രവൃത്തിയിലും എൻ്റെ ജീവിത സമീപനങ്ങളിലും മനോഭാവങ്ങളിലുമൊക്കെ ഒരു മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ടോ? ഈ അഭിപ്രായങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഒരു പക്ഷേ നമ്മളെ തളർത്തിയേക്കാം. നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതാണ് ശരിക്കും നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നത്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ചിരിക്കാതെയും വിഷമിച്ചിരിക്കാതെയും സ്വന്തം അഭിപ്രായങ്ങളെ സത്യസന്ധമായിട്ട് വിലയിരുത്തി പോസിറ്റീവായിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം ഈ ക്രിസ്മസ് കാലത്ത് നമുക്കെടുക്കാം.